ഹായ് ഓൾ, നമ്മൾ വേർഡ് ഫോർമേഷൻ പ്രോസസ്സിൻ്റെ സെക്കൻഡ് വണ്ണാണ് പറയാൻ പോകുന്നുള്ളത്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിനെ ഷോർട്ടൻ ചെയ്തിട്ട് അതിനൊരു പുതിയ വേർഡാക്കി മാറ്റുന്നതിനാണ് ക്ലിപ്പിംഗ് എന്ന് പറയുക. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിനെ കട്ട് ചെയ്യാന്നുള്ളത് അർത്ഥം വരുന്നുണ്ട്. ഇവിടെ മീനിങ്ങിന് ഒരു ഡിഫറൻസും വരുന്നില്ല. രണ്ട് തരത്തിലാണ് ക്ലിപ്പിംഗ് നടക്കുക, ബാക്ക് ക്ലിപ്പിങ്ങും ഫോർ ക്ലിപ്പിങ്ങും. ബാക്ക് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ കട്ട് ചെയ്തിട്ട് പുതിയൊരു വേർഡാക്കുന്നതിനാണ് ബാക്ക് ക്ലിപ്പിംഗ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എക്സാമിനേഷൻ എന്നുള്ള വേർഡ്, ഇതിനെ ക്ലിപ്പ് ചെയ്തിട്ട് എക്സാം എന്ന് മാത്രം എടുത്തു. എക്സാമിനേഷൻ്റെയും എക്സാമിൻ്റെയും മീനിങ് ഒന്നാണ് വരിക, പരീക്ഷ എന്നുള്ളത്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എക്സാം എന്നുള്ള വേർഡായിരിക്കും, എക്സാമിനേഷന് കുറവാണ് യൂസ് ചെയ്യുക. അപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ആദ്യത്തിൽ കട്ട് ചെയ്യുന്നതിനാണ് ബാക്ക് ക്ലിപ്പിംഗ് എന്ന് പറയുക. അതിൻ്റെ മറ്റ് എക്സാമ്പിൾസാണ് മാത്തമാറ്റിക്സിനെ കട്ട് ചെയ്തിട്ട് മാത്ത് എന്നാക്കുക, ലബോറട്ടറിനെ കട്ട് ചെയ്തിട്ട് ലാബ്, ജിംനാസ്റ്റിക്കിനെ കട്ട് ചെയ്തിട്ട് ജിം. ഇതുപോലുള്ളതാണ് ബാക്ക് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലിപ്പിംഗ് ആണ് ഫോർ ക്ലിപ്പിംഗ്. ഇവിടെയും വേർഡിന് മീനിങ്ങിൽ ഡിഫറൻസ് വരുന്നില്ല. ഫോർ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള വേർഡിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്യുക എന്നുള്ളത് അർത്ഥം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ടെലഫോൺ എന്നുള്ള വേർഡ്, അതിൻ്റെ ലാസ്റ്റത്തെ ഭാഗം ഫോൺ മാത്രം കട്ട് ചെയ്തിട്ട് ഫോൺ എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റ് എക്സാമ്പിളാണ് ഓംനിബസിനെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഭാഗം ബസ് യൂസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീനെ കട്ട് ചെയ്തിട്ട് വാസിറ്റി എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫോർ ക്ലിപ്പിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഫോർ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് പുതിയ വേർഡായി യൂസ് ചെയ്യുന്നതിനാണ് ഫോർ ക്ലിപ്പിംഗ് എന്ന് പറയുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്ലിപ്പിംഗ്. താങ്ക് യു ഓൾ, ബൈ.